എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തെ ഒരു മലയാളം മൂവിയാണ് തെളിവ് സഹിതം. മേജർ രവി, അബു സലീം, നിഷാന്ത് സാഗർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സക്കീർ മന്നാർമല സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് തെളിവ് സഹിതം. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ശക്തി തിരുമകൻ. വിജയ് ആന്റണിയെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ പ്രഭു സംവിധാനം ചെയ്തൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ശക്തി തിരുമകൻ. ഒക്ടോബർ 24 OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഇഡ്ലിക്കടൈ. ധനുഷ്, സത്യരാജ്, നിത്യമേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഫാമിലി മൂവിയാണ് ഇഡ്ലിക്കടൈ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 29 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി. വിഷ്ണു നികേഷിനെ പ്രധാന കഥാപാത്രമാക്കി ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് VC അഭിലാഷ് സംവിധാനം ചെയ്ത മൂവിയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി. മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഇമ്പം. ലാലു ലക്ഷ്മണെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ഇമ്പം. സൺനെക്സ്റ്റിലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലിവിലൂടെ ഒക്ടോബർ 20 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് സീരീസ് ആണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ, നാസിം, നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി, പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചു അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദ വിച്ചർ സീസൺ 4. ഇതൊരു ഫാന്റസി ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹെലോവീൻ. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ട്രൊമാറ്റിക്ക. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഓൾ ഹെയർ ഫോൾട്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. ആൻഡ്രിയ മാരയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മൂവി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു തായ് ചിത്രമാണ് ഹോസ്റ്റ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 23 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ. റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് എലുമലൈ. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹിന്ദി മൂവിയാണ് ബാഗി 4. സഞ്ജയ് ദത്തിനെ നായകനാക്കി ഹർഷ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാഗി 4. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 31 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്.
അക്ഷയ് ശ്രീ സംവിധാനം ചെയ്ത ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 16 ഇത് OTT റിലീസ് ചെയ്യും. ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ധാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും.